Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഞാനാ പൂച്ച ചുറ്റും സിറ്റിയിൽ വിത്ത് ഓൾ മൈ ഫ്രണ്ട്സ്. മൈ നെയിം ഈസ് ബണ്ണി. കണ്ടാലോ ഫണ്ണി. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഈ പുതിയ ട്രെൻഡ്. ഞാനാണ് ഈ പൂച്ച. യോ ഞാനും പൂച്ച, നീയും പൂച്ച. ആടാം പാടാം കൂട്ടായി കൂടാം, ലോട്ട്സ് ഓഫ് ഫൺ. കിറ്റി നീയാ സ്വീറ്റ്, ലവ് സ്പെഷ്യൽ ട്രീറ്റ്. നിന്നെ പോലെ നീയല്ലാതെ വേറെ ഇല്ല സ്വീറ്റ്. യോ എത്ര സ്വീറ്റ് ആയിട്ടാ നീ പാടുന്നത് ബണ്ണി. ഞാൻ ഉണ്ടാക്കിയത്, പക്ഷെ നീ പാടുന്ന കേട്ടപ്പോ എനിക്കത് പായസം പോലെ തോന്നി. നോക്ക്, സണ്ണിയുടെ സാഹസങ്ങൾ. ഏറ്റവും ഉയരത്തുനിന്നും ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ് റെക്കോർഡ്. നിന്റെ ഓട്ടോഗ്രാഫ് ഞാൻ തീർച്ചയായും വാങ്ങിക്കും സണ്ണി. നീ ആദ്യം ഒന്ന് പാടി കേൾപ്പിക്ക്. ഇന്ന് രാത്രി ഞാൻ ഒരു സക്സസ് പാർട്ടി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എല്ലാരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹണി ബണി പോപ്പറ്റ് ജോർദാർ, നിങ്ങൾ വന്നേക്ക്. ഞാനാണ് സണ്ണി. പോപ്പട്ടെ, അല്ല ബാത്റൂം സിംഗർ നീയല്ലേ? ദിവസവും രാവിലെ ബാത്റൂമിൽ കയറി പാടുന്നത് കാണാം. അത് നീ വാതിലിന്റെ ലോക്ക് പൊട്ടിച്ചുകൊണ്ടാ. പാടുമ്പോ ഏതായാലും ഞാനാ അകത്തുള്ളതെന്ന് നിനക്ക് മനസ്സിലാവുമല്ലോ. എനിക്കറിയില്ലായിരുന്നു എന്റെ കൂട്ടുകാരെല്ലാം നല്ല ഗായകരാണെന്ന്. രണ്ടാമത്തെ എടാ സണ്ണി പൂവല്ല, ഫൂളാണ്, ഫൂൾ. എന്തോ ഒരു തകരാറ് പോലെ. വീട്ടിൽ നിങ്ങൾ സ്ഥിരം കഞ്ഞിയായിരിക്കുമല്ലോ അല്ലേ? ഞാനാണ് സണ്ണി. ഏറ്റവും ഉയരത്തുനിന്നും ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ്. അതെ, നീ രണ്ടാമത്തെ തന്നെയാ. കിറ്റിയുടെ ആദ്യത്തെ സിംഗർ എപ്പോഴും ഈ ഞാൻ തന്നെയാ. നാളെ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ മ്യൂസിക് കോമ്പറ്റീഷൻ വെച്ചാലോ? അതിൽ ജയിക്കുന്നത് ആരാണോ അവരായിരിക്കും മ്യൂസിക് സാമ്രാട്ട്. മാത്രമല്ല അയാളുടെ കൂടെ ഞാൻ ഡ്യൂറ്റ് പാടും. അതെ, ഞാൻ റെഡിയാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു സക്സസ് പാർട്ടി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എല്ലാരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹണി ബണി പോപ്പറ്റ് ജോർദാർ, നിങ്ങൾ വന്നേക്ക്. അയ്യോ, ഈ വീഡിയോ എന്റെ ഒന്നും അല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ പുലികളുടെ കൂടെ കഴിയുമെന്നൊക്കെ. സക്സസ് പാർട്ടി വെച്ചിട്ടുണ്ട്. ഇവനോട് ചോദിച്ചാ മതി. അപ്പൊ എന്താ പാടാൻ പാടില്ലാത്തെന്ന് അവ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. സത്യത്തിൽ നീ ഒരു ഫണ്ണിയാടാ. വാ പോകാം ഹണി ബണി. നല്ല രസമുണ്ട്. പക്ഷെ ഇത് മറ്റാരെങ്കിലും ആണോ? അതെ, ഞങ്ങൾ എല്ലാവരും നല്ല ടാലന്റ് ഉള്ളവരാ. സണ്ണിക്ക് മാത്രമല്ല ഉള്ളത്. സംശയമുണ്ടോ? അപ്പൊ ഡിസൈഡ് ചെയ്തു, നാളെ സണ്ണിയും ബണ്ണിയും തമ്മിലുള്ള മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കും. കാണാൻ നല്ല രസമായിരിക്കും. സരി ഗമ പദനിസ 5 മിനിറ്റിലെത്തും ക്രഞ്ചി പിസ. സരി ഗമ പദനിസ, പാടുന്ന പാട്ട് കേട്ട് ബൾബും പിസായി. ഗംഗാറാമെന്നാണ് എന്റെ പേര്. പറയൂ, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇങ്ങനെയാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന്? എനിക്ക് തോന്നുന്നത് നിന്റെ തലയ്ക്ക് നല്ല സുഖമില്ലെന്നാണ്. മോനെ, സംഗീതം വലിയൊരു സാഗരമാണ്. അത് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് പഠിക്കുക? അത് ഏകദേശം 3 ദിവസമെങ്കിലും എടുക്കും. അതും ശരിയാണ്. എനിക്കാണെങ്കിൽ 3 വർഷം എടുത്തു. നല്ല രസമുണ്ട്. പക്ഷെ ഇത് മറ്റാരെങ്കിലും ഇല്ല മോനെ, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഞാൻ ക്ലാസ്സിൽ പോകണ്ടെന്ന് വെച്ചു. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോ എല്ലാം പഠിച്ചു. അതിനൊരു ഡബിൾ ടാലന്റ് വേണം. എന്റെ പേരിൽ 2 റെക്കോർഡും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നീ ഒരു പേടിത്തൊണ്ടാണ്. അല്ല മോനെ, ക്ലാസ് കയറാത്തതിന്റെയാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ കുറച്ചു നാൾ ക്ലാസ് കയറിയില്ലായിരുന്നു. സാരിഗമ മോനെ നീ പറ, പാട്ട് ക്ലാസ് നമുക്ക് എന്ന് തുടങ്ങാം.
പാട്ടൊന്നും നിർത്ത്. ആരാ ഇങ്ങനെ കിടന്ന് വലിച്ചു കീറുന്നത്? മിണ്ടാതിരിക്കൂ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി സണ്ണി മോനെ നവരാത്രി മണ്ഡപം കറങ്ങി. അയ്യോ, ഈ വീഡിയോ എന്റെ ഒന്നും അല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ പുലികളുടെ കൂടെ കഴിയുമെന്നൊക്കെ. കൂട്ടുകാരെ ബണി, ഇനി ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം. പടുസാ വേഗം സോറി പറഞ്ഞ് കാര്യം അവസാനിപ്പിക്കേ. അടുത്ത പ്രാവശ്യം നീ ഇങ്ങനെ എടുക്കരുത്. നോക്ക്, ഞാൻ സണ്ണിയെക്കാട്ടി നന്നായി പാടും. പക്ഷേ കോമ്പറ്റീഷൻ ഞാൻ എപ്പോഴും സീരിയസ് ആയിട്ടേ കാണൂ. പിന്നെ പ്രാക്ടീസും ചെയ്യും. നിങ്ങൾ എന്നെ പ്രാക്ടീസ് ചെയ്യിക്കാൻ റെഡിയല്ലേ? ഞങ്ങളെല്ലാരും റെഡിയാണ്. ഇനി പറഞ്ഞതൊക്കെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യ. സരിഗമ പദനിസ, സരിഗമ പദനിസ, സരിഗമ പദനിസ, സരിഗമ പദനിസ. ഹണി എന്റെ സൂപ്പർ സ്റ്റാർ സരിഗമ പ. ഹണി എന്റെ സൂപ്പർ സ്റ്റാർ സരിഗമ പ. താങ്ക് യു. ഇത് കേട്ടിട്ട് എനിക്ക് ലജ്ഞ വരുന്നു. എനിക്ക് ഒറ്റ ഇരിപ്പിന് 200 ലഡ്ഡു കഴിക്കാൻ കഴിയുമല്ലോ. മണി, ഞാൻ നിനക്ക് വേണ്ടി ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മികച്ച ഗായിക. ഇതെന്റെ കൂട്ടുകാരിയും സിംഗറുമായ കുയിലമ്മയാണ് എഴുതിയത്. ഈ ബുക്ക് വായിച്ചാണ് ബാക്കിയുള്ള കുയിലുകളും സംഗീതം എന്താണെന്ന് പഠിച്ചത്. ഇതിനു മുമ്പ് അവരുടെ ശബ്ദം കാക്കയെ പോലെ ആയിരുന്നു. ആണോ? താങ്ക് യു പോപ്പട്ട്. ആദ്യത്തെ ചാപ്റ്റർ വായിക്കേ. സിംഗർ ആവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തേണ്ടതുണ്ട്. സംഗീതം പഠിക്കുന്നവർ ഒരിക്കലും മധുരമുള്ളതോ എണ്ണയുള്ളതോ തണുപ്പുള്ളതോ ആയ ഭക്ഷണം കഴിക്കരുത്. സണ്ണിക്ക് എന്ത് വേണം ചെയ്യാൻ സാധിക്കും. എന്ത് വേണമെങ്കിലും. ഇന്ന് നമ്മുടെ സണ്ണി 500 ഗോൾഡ് കപ്പ് കഴിച്ച് കാണിക്കും. നോക്ക്, ഏറ്റവും ഉയരത്തൊന്നും ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ് റെക്കോർഡ്. നമ്മുടെ അടുത്ത ചാപ്റ്റർ സിംഗർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും സംഗീതം കണ്ടെത്തിയിരിക്കണം. അത് ശരിയാണ് കൂട്ടുകാരെ, എല്ലാ വസ്തുക്കളിലും മ്യൂസിക് ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ല, സത്യത്തിൽ മ്യൂസിക് ഒളിച്ചിരിക്കുന്നത് എന്തിനാണ്? അതാരെങ്കിലും പേടിക്കുന്നുണ്ടോ? ഞാൻ തന്നെ അങ്ങ് കഴിച്ചേക്കാം. ഒന്നും വേസ്റ്റ് ആകില്ല. നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ. അടുത്ത ചാപ്റ്റർ ആണ് പേടി. പേടിക്കണോ? എടാ ഒന്ന് കേൾക്ക്, എന്നിട്ട് പറ പേടി മാറ്റണമെന്ന്. കാരണം സിഗ്നൽ വീഴുമ്പോ എല്ലാവരും നിൽക്കും. അതേപോലെ എല്ലാവരുടെയും തൊണ്ടയിടറും. ആൾക്കൂട്ടം കാണുമ്പോഴുണ്ടാവുന്ന പേടി മാറ്റണം. എനിക്ക് ആൾക്കൂട്ടം കാണുമ്പോ പേടി തോന്നാറില്ല. എന്നാ പിന്നെ അത് നോക്കാമോ?
ഞാനാ പൂച്ച ഞാനാ പൂച്ച ചുറ്റും സിറ്റി വിത്ത് ഓൾ മൈ ഫ്രണ്ട്സ്. മൈ നെയിം ഈസ് ബണ്ണി. കണ്ടാലോ ഫണ്ണി. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഈ പുതിയ ട്രെൻഡ്. ഞാനാണ് ഈ പൂച്ച. യോ അയ്യോ, പുലികളുടെ കൂടെ കഴിയുന്നൊക്കെ. എന്തേ എന്തേ മലക്കേറാൻ താമസം. ആ സണ്ണി, നിനക്ക് ഉച്ചസ്ഥായിയിൽ സ്വരം പാടാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ആ മലമുകളിൽ കൊണ്ടുവന്നത്. ഇനി നീ താഴെ സ്ഥായിയിൽ പാടിയാലും ഉച്ചസ്ഥായിയിലേ കേൾക്കുള്ളൂ. അയ്യോ അയ്യോ, ഓടിക്കോ സണ്ണി, പാറക്കല്ലിളകി വരുന്നുണ്ടേ. അയ്യോ ഓടാം, കൈപൊക്കി ചാടാം, ഉടനോടിടാം. അയ്യോ സണ്ണി മോനെ, നീ ഇപ്പൊ എന്താ ആലോചിക്കുന്നത്? അതായത് നീ എന്താ ഇപ്പൊ ആലോചിക്കുന്നത്? നോക്ക്, സണ്ണിയുടെ സാഹസങ്ങൾ. ഏറ്റവും ഉയരത്തുനിന്നും ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ് റെക്കോർഡ്. ആലോചിക്കുമല്ലോ, കണ്ടെത്തുമല്ലോ, ചെയ്യുമല്ലോ. ഏറ്റവും ഉയരത്തുനിന്നും ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ് റെക്കോർഡ്. ഇന്ന് രാത്രി ഞാനൊരു സക്സസ് പാർട്ടി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹണി ബണി പോപ്പട്ട് സോർദാർ, നിങ്ങൾ വന്നേക്ക്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ സരിഗമ പദനീസയല്ലേ. അതും ശരിയാണ്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിന്റെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്നും വേസ്റ്റ് ആകില്ല. നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ. പുലികളുടെ കൂടെ കഴിയുന്നൊക്കെ. അയ്യോ, ഈ വീഡിയോ എന്റെ ഒന്നും അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. ഗാർഗിൾ ചെയ്യുകയായിരുന്നു ഞാൻ. കറുത്ത് എല്ലടെ സുഹൃത്ത്. അതായത് സണ്ണി മോനെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നും മിണ്ടാൻ പാടില്ലെന്നാണോ? സണ്ണിയുടെ സാഹസങ്ങൾ. ഏറ്റവും ഉയരത്തുനിന്നും ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ് റെക്കോർഡ്. സരിഗമ പദനി. പാട്ടൊന്നു പാടാ, കൂട്ടത്തിലാടാ, പാട്ട് ഞങ്ങൾ പാടട്ടെ. യോ യോ, അപ്പൊ ശരി, യായില് പാടിക്കോ. എടാ, ഇവിടെ അന്താക്ഷരി അല്ല നടക്കുന്നത്, ബെറ്റലാണ്. ഇനി സണ്ണിയുടെ ഊഴമാണ്. പുലികളുടെ കൂടെ കഴിയുന്നൊക്കെ. സരിഗമ പദനി സാ സണ്ണി മോനെ വേഗം തുടങ്ങിക്കോ. സ്റ്റേജിന്റെ പുറകിൽ നിൽക്കുന്ന സണ്ണിയ സൂപ്പർ സ്റ്റാർ എന്ന് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു കഴിക്കാറ്റ്. കണ്ടാൽ സണ്ണി സൂപ്പർ സ്റ്റാർ, ആളൊരു സുന്ദര കോമളനാ, നന്നായി പാടും ഭീകരനാ, ലുക്കിൽ മാർക്കോ സണ്ണനാ. സണ്ണിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് വേണമെങ്കിലും. ഇന്ന് നമ്മുടെ സണ്ണി 500 ഗോൾഡ് കപ്പ് കഴിച്ച് കാണിക്കും. ഇവനാണോ വിന്നർ, ബാത്റൂമിലെ സിംഗർ? എന്നോടൊന്നു മത്സരിച്ചാൽ തോറ്റോടിയിടും സിംഗർ. നിന്നെ കൂട്ടിലടയ്ക്കും ഞാൻ, തോറ്റു തുന്നം പാടുന്നേ. വേണ്ട വേണ്ട വേണ്ട, വേഷം കെട്ടല് വേണ്ട. വേണ്ട വേണ്ട വേണ്ട, നിങ്ങളുടെ ഭീഷണിയൊന്നും വേണ്ട. അവനപ്പൊ ജയിക്കാൻ വേണ്ടേ? അന്നു നിങ്ങൾ പറഞ്ഞില്ലേ മത്സരം വേണം, അതുകൊണ്ട് ഞാനോ സിംഗറായി മാറി. നോക്ക്, വീട്ടിൽ നിങ്ങൾ സ്ഥിരം കഞ്ഞിയായിരിക്കുമല്ലോ അല്ലേ? വിവരമില്ലാത്ത പിള്ളേരെ. അയ്യോ, ഈ വീഡിയോ എന്റെ ഒന്നും അല്ല, പുലികളുടെ കൂടെ കഴിയുന്നൊക്കെ. അത് ശരി. സരിഗമ പദനി സാ, എന്റെ ഉള്ളിൽ സംഗീതമാ.
സണ്ണി ചീറ്റ് ചെയ്തതാണ്. ഇത് സംഗീതം പഠിപ്പിക്കുന്ന മാഷാണ്. ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നീ ഒരു പേടിത്തൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ശരി, ഓക്കെ. എന്നാ പിന്നെ നീ അടുത്ത വരി കൂടെ ഒന്ന് പാടി കേൾപ്പിച്ച് നോക്കട്ടെ. നീ ഇതേത് അടുത്ത വഴിയുടെ കാര്യം ഈ പറയുന്നേ? നിനക്കെന്താ കാര്യം മനസ്സിലായില്ലേ? ഈ സണ്ണി നമ്മളെ ചതിച്ചതാ. ബണ്ണി അവന്റെ സ്വന്തം പാട്ടാ പാടിയത്. നിന്നെ പോലെ ചീറ്റ് ചെയ്തിട്ടില്ലേ സണ്ണി? ചാടി ഇതാ. അയ്യോ, ഈ വീഡിയോ എന്റെ ഒന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ കൂടെ കഴിയുന്നൊക്കെ. ബണ്ണി ഒരു നല്ല ആർട്ടിസ്റ്റ് ആണ്. സണ്ണിയെ പോലെ അവൻ ഒരിക്കലും കള്ളം കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ബണ്ണി തന്നെയാണ് നമ്മുടെ ശരിക്കുള്ള മ്യൂസിക് സമ്രാട്ട്. Yay!